നമസ്കാരം കൂട്ടുകാരെ, ഗ്ലോ വിത്ത് റോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ബ്യൂട്ടി ടിപ്പാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇത് നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകൾ, കരിമങ്കല്യം, മുഖക്കുരു വന്ന പാടുകൾ, ഇതെല്ലാം നമുക്ക് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ഈ ഒരു ടിപ്പ് നമുക്ക് പരീക്ഷിക്കാം കേട്ടോ. ഇത് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഒരു 2 മാസം ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് 2 മാസം നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഞാനങ്ങനെ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാനിത് നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങളെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇതിനാവശ്യമായ സാധനങ്ങൾ എന്ന് പറയാനായിട്ട് അരിപ്പൊടി വേണം, പിന്നെ കുറച്ച് വാളംപുളി ഞാനൊരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ നെല്ലിക്ക വലുപ്പത്തിൽ എടുത്ത് വെച്ചിരിക്കുന്ന വാളംപുളി നമ്മൾ കുറച്ച് വെള്ളത്തിൽ, ചെറിയ ചൂട് വെള്ളത്തിൽ നമ്മളൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുക്കുക. അതിനകത്തിൻ്റെ പ്യൂറി എടുത്തിട്ട് നമ്മളത് നല്ല പാത്രത്തിലെടുത്ത് വെക്കുക. പിന്നെ ഒരു മഞ്ഞളുണ്ട്, നമ്മൾ കസ്തൂരി മഞ്ഞളാണ് ഉപയോഗിക്കേണ്ടത്, കറിമഞ്ഞളല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക, കസ്തൂരി മഞ്ഞളാണ് എടുക്കേണ്ടത്. പിന്നെ റോസ് വാട്ടർ, ഇത് ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കിയ റോസ് വാട്ടറാണ് കേട്ടോ. ഇത് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകളും അതുപോലെ തന്നെ നമ്മുടെ മുഖം എങ്ങനെ ബ്രൈറ്റ് ആക്കാമെന്നുള്ളതുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെയൊക്കെ ഓരോ കമൻസിനും ഓരോ ലൈക്കിനും ഒക്കെ അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട്. നിങ്ങളാണ് എനിക്ക് വീണ്ടും വീഡിയോ ഇടാനുള്ള പ്രചോദനം നൽകുന്നത്. നിങ്ങളുടെ ഓരോ കമൻസിലൂടെയും നിങ്ങളുടെ ലൈക്കിലൂടെയും നിങ്ങൾ കാണുന്നത് കൊണ്ടും ആണ് ഞാൻ വീഡിയോ വീണ്ടും ഇടുന്നത്. വീഡിയോ ഇടാനായിട്ട് എനിക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും എന്നെ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയും ഞാൻ നിങ്ങളെ ഓരോന്ന് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് ഞാൻ ആ വാളംപൊടി ഇത് വെള്ളം ഒഴിച്ച് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിരിക്കുകയാണിത്, ഈ വാളംപൊടി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കസ്തൂരി മഞ്ഞൾ, പിന്നെ റോസ് വാട്ടർ, അരിപ്പൊടി. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ കാണിച്ചു തരാമേ. ഈ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളത്തിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ അളവിൽ അരിപ്പൊടി ഇടുക. 1 ടീസ്പൂൺ നമ്മുടെ ആവശ്യത്തിനുള്ള, നമ്മൾ ചെയ്യുന്നതിന് അനുസരിച്ചുള്ളത് ഇടുക. അതിലേക്ക് അരിപ്പൊടി ഇട്ടതിലേക്ക് 1/2 സ്പൂൺ കസ്തൂരി മഞ്ഞളും കൂടെ നമ്മൾ ആഡ് ചെയ്യുക. ഓക്കെ, അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ തന്നെ നമ്മൾ റോസ് വാട്ടറും ഒഴിക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കണ്ടോ, നന്നായിട്ട് റോസ് വാട്ടറും ആ വാളംപുളി ജ്യൂസും അരിപ്പൊടിയും കസ്തൂരി മഞ്ഞളും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഒരുപാട് വെള്ളം ചേർത്ത് ലൂസായി പോകരുത്. ലൂസായി പോയാൽ നമ്മൾ അരിപ്പൊടിയൊക്കെ വീണ്ടും ചേർക്കേണ്ടി വരും. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിലാണ് ഞാനിത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ പാക്ക് ഇത് എല്ലാ ദിവസവും നമുക്ക് ഇത് പുരട്ടേണ്ട കാര്യമില്ല. ആഴ്ചയിൽ 2 ദിവസം നമ്മളിത് ഉപയോഗിക്കുക. അതുപോലെ 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ 2 പ്രാവശ്യം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ കറുത്ത പാടുകളും മുഖക്കുരുവിൻ്റെ പാടുകളും കറുത്ത അല്ലാത്ത പാടുകൾ എല്ലാം നന്നായിട്ട് മാറി മുഖം നല്ല ക്ലീൻ ആയിരിക്കുന്നതാകും കേട്ടോ. അപ്പം ഈ പാക്ക് ആരും മിസ് ചെയ്യില്ലേ. കറുത്ത പാടുകളും മുഖക്കുരുവും ഒക്കെയുള്ളവർ ഒന്ന് പരീക്ഷിച്ചാൽ നല്ലതായിരിക്കും, നല്ല സൂപ്പർ റിസൾട്ടായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ റോസ് വാട്ടർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഞാനിത് എൻ്റെ വീട്ടിൽ തന്നെ റോസ് വാട്ടർ ഞാൻ ചെയ്തതാണ്. ആ റോസ് വാട്ടറാണ് ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പാക്ക് എങ്ങനെ ഇടണ്ടേ എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഞാൻ ആ പാക്ക് എൻ്റെ കയ്യിൽ ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, ആ പാക്ക് എൻ്റെ കയ്യിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഈ പാക്ക് ഉപയോഗിച്ചാൽ ഇത് നമ്മളിതിട്ട് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് 20 മിനിറ്റ്സ് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയുക. വാഷ് ചെയ്ത് നമ്മൾ ഫേസിൽ വാഷ് ചെയ്യുമ്പോഴത്തേക്കും
നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക. അപ്പം ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. തണുത്ത വെള്ളത്തിൽ നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ നല്ല സൂപ്പർ റിസൾട്ടായിരിക്കും കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായത് ഒരു ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണേ. ഇത്തരത്തിലുള്ള കൂടുതൽ ബ്യൂട്ടി ടിപ്സുകൾക്കായി ഗ്ലോ വിത്ത് റോസ് എന്ന എൻ്റെ ഈ ചാനലൊന്ന് സബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. അപ്പം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഞാൻ റോസ്, ഇത് ഗ്ലോ വിത്ത് റോസ്. പ്രകൃതിയുടെ കരുതൽ, സൗന്ദര്യത്തിൻ്റെ തിളക്കം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.